ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡിസൈൻ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻവിറ്റേഷൻ കാർഡ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അഡോബ് ഫോട്ടോഷോപ്പ് CS6 ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാർഡുകൾ പലരും ഷെയർ ചെയ്യുന്നത്. അതുപോലെ ഒരു ഡിസൈനാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ്സുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. നമുക്കിവിടെ ആദ്യം തന്നെ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി ന്യൂ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഞാൻ ഫയൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇൻവിറ്റേഷൻ കൊടുക്കാം. ഞാനിവിടെ ഒരു കസ്റ്റം സൈസ് ഇൻവിറ്റേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്റ്റാൻഡേർഡ് സൈസിലുള്ള കാർഡൊന്നും അല്ല ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു കസ്റ്റം സൈസാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ വിഡ്ത്തിൽ ഒരു 8 ഇഞ്ച് കൊടുക്കാം. ഇവിടുന്ന് ഇഞ്ചസ് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കൊരു ഹൈറ്റ് 5 ഇഞ്ച് കൊടുക്കാം. റെസൊല്യൂഷൻ 300 തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ തന്നെ കളർ മോഡ് ഞാനിവിടെ RGB ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഡിസൈൻ അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കളർ മോഡ് RGB ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ CMYK സെലക്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മെഷർമെൻറ്റ്സ് വെച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഇവിടേക്ക് ഒരു ഇമേജിനെ പ്ലേസ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി പ്ലേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇമേജിനെ സെലക്ട് ചെയ്ത് നമുക്ക് പ്ലേസ് ചെയ്യാം. ഇമേജ് ഇവിടെ കറക്റ്റായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് ഞാൻ അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇമേജിനെ ഒന്ന് ഇവിടെ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് ഇമേജിനെ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ ഇൻവിറ്റേഷനിൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നോട്ട് പാഡിൽ ഓൾറെഡി സാമ്പിൾ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിലിനെ നമുക്ക് ഇവിടേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ സേവ് ദ ഡേറ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡീറ്റെയിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ലാറ്റോ എന്ന് പറഞ്ഞ ഫോണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസ് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഈ ഒരു വേർഡിൻ്റെ ഫോണ്ട് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു വേർഡിൻ്റെ സൈസും അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഈ ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് കുറച്ച് കൂടുതലാണ്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ക്യാരക്ടർ ഓപ്ഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 0 സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഡീറ്റെയിലിന് താഴെയായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് റെക്റ്റാങ്കിൾ ടൂൾ യൂസ് ചെയ്യാം. ഇവിടെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഷേപ്പിൻ്റെ ഫിൽ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കളർ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഷേപ്പിൻ്റെ ലെയറിനെ ഈ ടെക്സ്റ്റിൻ്റെ ലെയറിൻ്റെ താഴേക്ക് മൂവ് ചെയ്ത് വെക്കാം. ഈ ഷേപ്പിൻ്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്കുള്ള ബാക്കി ഡീറ്റെയിൽസ് പ്ലേസ് ചെയ്യാം. ഈ ഡീറ്റെയിലിനെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ലാറ്റോ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഡീറ്റെയിലിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വയ്ക്കാം. അതുപോലെ നമുക്ക് ഈ ഡീറ്റെയിലിന് ലൈറ്റായിട്ട് ഒരു ഡ്രോപ്പ് ഷാഡോ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ലെയർ സ്റ്റൈൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡ്രോപ്പ് ഷാഡോ സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ഷാഡോയുടെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാം. ഇവിടെ നമുക്ക് വളരെ ലൈറ്റായിട്ട് ഷാഡോ മതി. ഇവിടെ നമുക്ക് ഡീറ്റെയിലിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഞാനിതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോണ്ട് സൈസും അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഇതിൻ്റെ സ്പേസിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഡോട്ട്സിനെ നമുക്ക് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അടുത്തായിട്ട് നമുക്ക് ഇവിടേക്ക് നെയിംസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ നെയിംസിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെറ്റേഴ്സിൻ്റെ ഇടയിലുള്ള സ്പേസ് അല്പം കൂടി ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിന്നൊരു 25 സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിലിനെ മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിന് ലൈറ്റായിട്ട് ഷാഡോ കൊടുക്കണം. അതിനായിട്ട് ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ഡീറ്റെയിലിൻ്റെ ഷാഡോ കോപ്പി ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇവിടുന്ന് കോപ്പി ലെയർ സ്റ്റൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ നെയിമിൻ്റെ ലെയറിനെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പേസ്റ്റ് ലെയർ സ്റ്റൈൽ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിലിനും ലൈറ്റായിട്ട് ഷാഡോ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിലും ടൈപ്പ് ചെയ്ത് വെക്കാം. അതിന് മുൻപായിട്ട് ഞാൻ ഈ ഡോട്ട്സിൻ്റെ ഒരു കോപ്പി കൂടി എടുത്ത് താഴേക്ക് വെക്കുന്നുണ്ട്. ഇതിൻ്റെ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് ആൾട്ട് കീ പ്രസ് ചെയ്ത് ഡ്രാഗ് ചെയ്തൊരു കോപ്പി എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഡീറ്റെയിൽസിനെ എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്ത് അല്പം കൂടി മുകളിലേക്ക് മൂവ് ചെയ്ത് വെക്കാം. നമുക്ക് താഴെ കുറച്ചുകൂടി ഡീറ്റെയിൽസുകൾ കൊടുക്കാനുണ്ട്. നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് എല്ലാ ലെയറിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ഇനി അടുത്ത ഡീറ്റെയിൽസും നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. ഇവിടെ ഡീറ്റെയിലിൻ്റെ ഫോണ്ട് സൈസ് ഇൻക്രീസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈൻസിൻ്റെ ഇടയിലുള്ള സ്പേസ് ഒക്കെ കുറഞ്ഞ് കൺജസ്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഫോണ്ട് സൈസ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ലൈൻ ഹൈറ്റ് അല്പം ഇൻക്രീസ് ചെയ്യാം. നമുക്ക് അടുത്തായിട്ട് ഇവിടേക്ക് വെഡ്ഡിംഗ് ഡേറ്റ് കോപ്പി ചെയ്ത് വെക്കാം. ഈ ഡീറ്റെയിലിൽ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫോണ്ട് സൈസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 31.45 നമുക്ക് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൽ നമ്മൾ ആദ്യം കോപ്പി ചെയ്തിട്ടുള്ള ലെയർ സ്റ്റൈൽ തന്നെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഷാഡോ വന്നിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽ നമുക്ക് പ്ലേസ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ബോൾഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂടി റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഡീറ്റെയിലിന് ബ്ലാക്ക് കളറാണ് സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഈ ഡീറ്റെയിലിനെ കറക്റ്റായിട്ട് മൂവ് ചെയ്ത് അലൈൻ ചെയ്ത് വെക്കാം. ഇനി അടുത്ത ഡീറ്റെയിലിനെ നമുക്ക് ഇവിടേക്ക് പ്ലേസ് ചെയ്യാം. നമുക്കിതിന് വൈറ്റ് കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഞാൻ റെഗുലർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലൈൻ ഹൈറ്റ് നമുക്ക് അല്പം ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിലിൽ ഞാൻ ലെയർ സ്റ്റൈൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഡീറ്റെയിലിൻ്റെ അലൈൻമെൻ്റ് ഒന്നും കറക്റ്റായിട്ട് സെൻറ്റർ ആയിട്ടില്ല. നമുക്കിതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കറക്റ്റായിട്ട് സെൻറ്റർ ആക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ലെയറിനെ എല്ലാം ഒരുമിച്ച് സെലക്ട് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് അലൈൻ സെൻറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കാം. ഇപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം സെൻറ്റർ ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഡീറ്റെയിലിനെ അല്പം കൂടി റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഓരോ ഡീറ്റെയിലിനും റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് ലെയർ സെലക്ട് ചെയ്ത് നമുക്ക് മൂവ് ചെയ്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോക്സ് ബോൾഡ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് JPG ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ പോയി സേവ് ആസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ഫോർമാറ്റിൽ JPG സെലക്ട് ചെയ്യാം. അതിനുശേഷം സേവ് പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇമേജ് ക്വാളിറ്റി മാക്സിമം കൊടുത്ത് ഓക്കെ പ്രസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വർക്ക് JPG ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻവിറ്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു വർക്ക് എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക.